ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റിലിരിക്കുന്നത്. കപ്പ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു മൂവിയാണ്. കാരണം ഇതുവരെ എൻ്റെ കരിയറിൽ ഞാനൊരു സ്പോർട്സ് ഡ്രാമ ചെയ്തിട്ടില്ല. കപ്പ് എന്നുള്ള സിനിമയിൽ ഞാനും ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സഞ്ജയ് കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ആൻഡ് അതിൻ്റെ കൂടെ ആൻറ്റിയായിട്ടും ആൻറ്റി അങ്കിളായിട്ടും ഒരു ഫാമിലിയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതാണ്. സോ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സോറി, എനിക്ക് ഇച്ചിരി ഫീവറുണ്ട്, സോ കോഫ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ പേര് റിയ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഫസ്റ്റ് ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഫസ്റ്റ് ഫിലിം ആസ് ആൻ ആക്ട്രസ്. സഞ്ജു ചേട്ടനാണ് ഡയറക്ടർ. എനിക്ക് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആൽവിൻ ആൻ്റണി അങ്കിൾ കൂടെയാണ്. അവരെൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ്. സോ അതുവഴി എനിക്ക് ഓഡിഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഉടനെ അതെടുത്തു. ആൻഡ് എനിക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഈ കപ്പ് എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ 27 റിലീസാകാൻ പോവാണ്. ആൻഡ് 2 ദിവസം കൂടെ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല റിപ്പോർട്ട് വരണമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ താങ്ക് യു. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ മൂവി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഓം ശാന്തി ഓശാനയായിരുന്നു. അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഗുരു ആന്റണി ജോസഫ് സാറോടെ ഉണ്ട്. സഞ്ജു പറഞ്ഞ പോലെ ഞാൻ ഒരു ഗുരു ഒന്നുമല്ല. എൻ്റെ 4 സിനിമകളിൽ വർക്ക് ചെയ്ത ഒറ്റ അസിസ്റ്റന്റ് ഡയറക്ടറും പിന്നെ രണ്ടാമത് എൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കാറില്ല. അങ്ങനെ ഒരു ടീമായിട്ടൊന്നും വെക്കാറില്ല. അതുകൊണ്ട് എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഞ്ജുവിൻ്റെ ആദ്യ സിനിമയാണ്. സഞ്ജുവിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വേണം ഒരു പടത്തിൽ ചെറിയ വേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2012 ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചെന്ന് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടറിയണം എങ്ങനെയുണ്ടെന്ന്. പടം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഈ പടം ഹിറ്റായാൽ എല്ലാ ക്രെഡിറ്റും അവൻ. പടം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രശ്നം അവൻ തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കപ്പിലേക്ക് ഞാൻ എത്തിച്ചത്. അപ്പം എന്തായാലും ആദ്യമായിട്ട് ഇതുവരെ അതിന് നന്ദിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഒഫീഷ്യലി നന്ദി അറിയിക്കുന്നു. ബാഡ്മിൻ്റൺ പഠിച്ചു. അത് ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും. ഞാൻ നല്ല നാടൻ രീതിയിൽ ബാഡ്മിൻ്റൺ കളിക്കും. ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിക്കുമല്ലോ, അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട്. അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ്ങിൽ ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചിരുന്നത് മൊത്തം പൊട്ടത്തെറ്റായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം അവിടെ നിന്ന് ഫ്രം ദ വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം, ലൈക്ക് എങ്ങനെ സർവീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു. അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻസ്. എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ തരികയാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും. ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തായാലും വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ സിനിമ റിലീസാകട്ടെ. അല്ല, ഞങ്ങൾക്കാണ് കോമ്പിനേഷൻ മൊത്തം. അപ്പോൾ അത് ആ ഫിലിമിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. സിനിമ റിലീസാക്കി നിങ്ങൾ പോയി കാണും, അപ്പോൾ മനസ്സിലാവും. ശരി. മാത്യുവിനെ നമ്മൾ പല സിനിമകൾ റൊമാൻറ്റിക്കേഷൻ ഒരു ടീനേജ് ബോയുടെ ലവ് സ്റ്റോറി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വേഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ഈ സിനിമയിലെ സോങ്ങിലായാലും ശരി ട്രെയിലറിലായാലും നമ്മളൊരു വേറെ മാത്യുവിനെയാണ് കാണുന്നത്. വേറെ കഥാപാത്രമാണ്. എത്രത്തോളം പാടായിരുന്നു ഒരു കഥാപാത്രം മോൾഡ് ചെയ്യുന്നത്. അത്തരത്തിലൊരു കോംപ്ലിമെന്റ് പറയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ തുടക്കം മുതൽ മാത്യു അതിന് മുമ്പ് ചെയ്ത ഇപ്പം പറഞ്ഞ സിനിമകളിൽ ഈ റോംകോം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അപ്പം ഇതിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിപ്പം ബാഡ്മിൻ്റൻ്റെ കാര്യത്തിലായാലും മാത്യുവിന് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു 2 മന്തിൻ്റെ അടുത്തൊരു ട്രെയിനിങ് മാത്യുവിന് കൊടുത്തിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലെ കളിയുടെ പോർഷൻ അങ്ങനെ ഭീകരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ പോലും അതിൽ അവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാത്യുവിന് തന്നെ പേഴ്സണലി ഒരുപക്ഷെ നിങ്ങൾ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് അവൻ്റെ ഒരു എയിം പാഷന് സിനിമ അതാണ് പറയുന്നത്. ഒരു പക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു
ഡിഫറൻസ് ഫീൽ വന്നിട്ടുണ്ട്. നിങ്ങളത് എടുത്തു പറയുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. 27 തന്നെ മറ്റേ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ Yes. കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഇനി കുറച്ച് നേരത്തെ ഇറങ്ങുന്നതിന് ഒന്നുകൂടെ സേഫ് ആകുമായിരുന്നു തോന്നുന്നുണ്ട്. അതിപ്പം ഓണത്തിന് ഇറക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതേപോലെ എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഈ കുറച്ചും കൂടെ വലിയ സിനിമകൾ ആ സമയത്ത് വരുന്നത് കൊണ്ടും തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു പോകണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് ഈ ഒരു സമയത്തേക്ക് മാറ്റിയതാണ്. ചേട്ടാ അങ്ങനെയൊന്നുമില്ല, പ്ലാൻ നടിയായി മാറിയിട്ടൊന്നുമില്ല. ഞാൻ പ്രോജക്റ്റിലേക്ക് വന്നത് പറഞ്ഞ പോലെ ലീനാൻഡി മാനേജ്മെന്റ് വഴിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഫാമിലി ആയിട്ട് നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. അപ്പോൾ അങ്ങനെ സഞ്ജയ് ചേട്ടൻ വന്ന് പറഞ്ഞു കഥ. ഒരു ചെറിയ റോളാണെങ്കിലും ഒരു നൈസ് സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിലേക്ക് വരുന്നത്. റിയ ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് ഈ അനികന്റെ കൂടി തമ്മിലിന്റെ കൂടി ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? കട്ടയ്ക്ക് പിടിച്ചു പിടിച്ചിരിക്കാനൊക്കെ എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് പണ്ടേ തൊട്ട് എനിക്കെയും നമി ചേച്ചീനെ അറിയാം. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു. സോ എനിക്ക് നമ്മൾ BTS ടൈമിലൊക്കെ നല്ല കുറച്ച് ഫണ്ണായിരുന്നു. പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോൾ നല്ലതായിട്ട് എനിക്ക് നല്ല സ്പേസ് തന്നു. സോ എനിക്ക് ഒരു ഫിയറോ ഒരു പേടിയോ തോന്നിയില്ല. അയ്യോ ഫസ്റ്റ് സീൻ ഫസ്റ്റ് ടേക്ക് അങ്ങനെ ഒരു പേടി തോന്നിയില്ല. എനിക്ക് ഒരു റീഅഷുറൻസ് എനിക്കൊരു നല്ല സ്പേസ്, ഗുഡ് സ്പേസ് ഫോർ ഹെൽപ്പ് അങ്ങനെയായിരുന്നു. സോ അങ്ങനെ പിടിച്ചു നിൽക്കാൻ അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് വെരി ചോ. താങ്കളുടെ ശിഷ്യനായിരുന്നല്ലോ. നമ്മുടെ ആ സ്ഥലത്ത് ലൊക്കേഷൻ നമ്മൾ അറിയാലോ, തിരക്കുകളായിരിക്കും, കൊടുക്കുകയുമായിട്ട് പറയാൻ ചെയ്യുന്നു. അതിന്റെ എന്തെങ്കിലും ബന്ധപ്പെട്ടുണ്ടായിരുന്നോ? എനിക്ക് ആദ്യം എങ്ങനെ തോന്നി, എന്നെ വിളിച്ചപ്പോൾ സാർ വന്നേ പറ്റുള്ളൂ, ഒരു ചെറിയ വേഷം അഭിനയിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, നിനക്ക് എന്നെ ലൊക്കേഷനിൽ ചീത്ത പറയാനല്ലടാന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അവൻ ഭയങ്കര കൂളായിരുന്നു. ഞാനും അങ്ങനെ വെറുതെ ഒന്നും ആരും ചീത്ത പറയാറില്ല. കറക്റ്റ് ജോലി എടുക്കാത്തവർ മാത്രമേ ചീത്ത കേൾക്കാറുള്ളൂ. സഞ്ജു ചീത്ത കേട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, സഞ്ജു അങ്ങനെ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും. ഷോർട്ട് ഡിവിഷൻ ആയാലും അവന് കൃത്യമായിട്ട് എല്ലാത്തിനെ കുറിച്ചും പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണം മറ്റേ ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇന്നും പക്ഷെ വളരെ കൈയടക്കത്തോടെ തന്നെ സഞ്ജു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ സീൻ മാത്രം അറിയില്ല ഈ സിനിമയെ കുറിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്താ സംഭവിക്കുന്നത്. ഞാനവിടെ വരിക, അഭിനയിക്കാൻ അപ്പം തന്നെ വണ്ടി കയറി പോകാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ മാത്യു ഉണ്ടായിരുന്നു, ഗുരു സോമസുന്ദരൻ ഉണ്ടായിരുന്നു അന്ന് ലൊക്കേഷനിൽ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരു കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ കളിക്കേണ്ടത്. പക്ഷെ അവിടെ നിന്ന് പിള്ളേരൊക്കെ നല്ല രീതിയിലൊക്കെ ബാഡ്മിൻ്റൺ കളിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ എൻ്റെ ടൈമിങ് മാറിപ്പോയി. ഞാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്കുന്ന വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും പല സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മുടെ വിചാരിക്കും ഇത് നമ്മൾ വിജയിക്കും, അല്ലെ അത്രത്തോളം എഫേർട്ട് ഇട്ടു. പക്ഷെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സിനിമ വിജയിക്കണം നോക്കണം എന്നുള്ളത്. എന്നാൽ കൂടുതൽ പ്രൊമോഷൻസ് ചെയ്ത് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന പല ചിത്രങ്ങളും വിജയിക്കുന്ന കാണാറില്ല. അപ്പം ഇപ്പോൾ ഓണത്തിന് അങ്ങനെ നല്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വാഷോട്ടെ പോകുന്ന ചിത്രങ്ങളുണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വലിയ വിജയം നേടിയ സിനിമകളും ഉണ്ട്. അപ്പം ഒരു സിനിമയെ വിജയിപ്പിക്കാനായിട്ട് പ്രൊമോഷൻസ് വലിയൊരു ഘടകമാണ് വിശ്വസിക്കുന്നത്. അത് പബ്ലിസിറ്റി തന്നെയാണ്. അല്ല, പ്രൊമോഷൻ വേണം. പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ വിജയിക്കില്ല. ഒരു നല്ല സിനിമയാണെന്ന് അതിൻ്റെ കണ്ടന്റ് തന്നെയാണ് എല്ലാ കാലത്തും സംസാരിക്കുള്ളൂ. അല്ലേ, നമ്മൾ വേറെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ പടം നല്ലതാണെങ്കിൽ എന്തായാലും ഓടും. എന്താ പറയുക, നമ്മുടെ സിനിമകളായപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഒത്തിരി ആൾക്കാർ പ്രതീക്ഷയൊക്കെ വരുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല തിയേറ്ററിൽ. പക്ഷേ ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഒരു നൂൺ ഷോ ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ആൾക്കാർ പറഞ്ഞ് കേട്ട് അങ്ങനെ തന്നെയാണ് പടം ഹിറ്റ് ആവുന്നത്. ഇപ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ, ഏത് വലിയ സിനിമ എടുത്താലും ചെറിയ സിനിമ എടുത്താലും കണ്ടന്റ് വളരെ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും ഓടും. പിന്നെ പ്രൊമോഷൻ അതിന് ഒന്ന് പുഷ് ചെയ്യും എന്ന് മാത്രം. തമിഴ് ചെയ്ത ഓരോ കഥാപാത്രം കുറച്ചൊരു ഡെപ്ത് ഉണ്ട്. നമ്മളൊന്ന് ഓർത്ത് വെക്കുന്ന ടൈപ്പ് കഥാപാത്രം. ഇപ്പം മലയാളത്തിൽ ചെയ്യുന്ന നല്ല കഥാപാത്രങ്ങളാണ്. പക്ഷേ ഇച്ചിരി കൂടെ ഡെപ്ത് ഉള്ള ഡീപ്പായിട്ടുള്ള കഥാപാത്രങ്ങൾ തമിഴ് ചെയ്യുന്ന ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മലയാളത്തിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല? കുറച്ച് അല്ലെങ്കിൽ ഈ സ്ഥിരം റൊമാൻറ്റിക് അല്ലാത്ത ടൈപ്പ് ഇച്ചിരി ബോർഡായിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ? തമിഴിൽ അങ്ങനെ കിട്ടിയത് അത് മൈ ലക്കാണ്.
നല്ല സ്ക്രിപ്റ്റ്സ് കിട്ടി, വലിയ വലിയ ആൾക്കാരോട് അഭിനയിക്കാൻ കിട്ടി. സോ ദാറ്റ്സ് ഓൾ പ്യുവർലി ലക്ക് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷെ മലയാളത്തിൽ ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈയിടെയായിട്ട് ഐ എം വെയിറ്റിംഗ് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി. അങ്ങനെ നല്ലത് കിട്ടിയാൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ക്രിപ്റ്റിന് എല്ലാത്തിനും വേണ്ടിയിട്ട്. ഡയറക്ടറിനോടാണ് ഈ നമ്മൾ സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിനിമയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സ്പോർട്സ് ഡ്രാമകൾ, ആളുകളുടെ സ്പോർട്സ് ജീവിതങ്ങളുണ്ടാവുമല്ലോ. അപ്പം ഉദാഹരണത്തിന് പി വി സിന്ധുവൊക്കെ അറൗണ്ട് 56 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവർ ഓരോ വട്ടവും ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് പോയിരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഫാമിലി അത്രയും ഇൻവോൾവ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള അങ്ങനത്തെ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസ്റ്റൻസസുകൾ എടുത്തിട്ട് അങ്ങനെ ലെജൻസിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് കപ്പൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്? മാത്യുവിന്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് ഇപ്പം ഇതിന്റെ റൈറ്റേഴ്സ് ഡെൻസൺ ഡ്യൂറോം ആൻഡ് അഖിലേഷ് ലതരാജ്. അപ്പോൾ അവർ എല്ലാവരും ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ, ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാർ. അപ്പം ഈ പറയുന്ന മെയിൻ പ്ലെയേഴ്സ് അല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണ കളിക്കുന്ന ആളുകളുടെ ഇൻസിഡൻസ് നമ്മൾ മാത്യുവിൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചോദിച്ച പോലത്തത് നമിതയുടെ കോച്ച് ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സെർച്ചിങ് ഉണ്ടായിരുന്നു. ആ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിന് അങ്ങനെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്പോർട്സ് ഡ്രാമകളിലൊക്കെ തന്നെ ഇപ്പം തമിഴിൽ നിന്ന് വരുന്ന ഇത് സ്പോർട്സ് ഡ്രാമ എന്ന് കാറ്റഗറൈസ് ചെയ്യല്ല, എന്നാൽ പോലും സ്പോർട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ ഇപ്പോൾ ലബർ പന്ത് എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ റിസീവ് ചെയ്തിരിക്കുന്നു. ആ സിനിമ മൊത്തമായി സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ വേറെ സ്പോർട്സ് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ സാർപ്പട്ട് പറമ്പിലെ സ്പോർട്സ് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഈ സിനിമകൾക്കൊക്കെ തന്നെയും അവർ പറഞ്ഞു വയ്ക്കുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി ഒരു സ്പോർട്സിൽ വിൻ ചെയ്യണമെങ്കിൽ ടാലന്റ് തന്നെയാണ് മാറ്റർ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. കപ്പിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫാമിലിയുടെ പൊളിറ്റിക്സ് പറയുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ ചോദിച്ച പോലെ ഇല്ല, ഞാൻ അതിനൊരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കത് ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു നാട് തന്നെ ഒരാളുടെ കളിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന അതൊരു പൊളിറ്റിക്സ് ആണല്ലോ. അപ്പോൾ ആ തരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്.